ഹലോ ഗൈസ്, ഞങ്ങൾ ബാംഗ്ലൂരാണ് താമസിക്കുന്നതെങ്കിലും റീലിലൊക്കെ കാണുന്ന പോലെ മലയാളീസ് തിങ്ങി നിറഞ്ഞ ഒരു ഏരിയ അല്ല ഗൈസ് ഇത്. അതുകൊണ്ട് തന്നെ മലയാളി റെസ്റ്റോറന്റ് ആണെങ്കിലും കുറവാണ്. അപ്പൊ കാര്യത്തിലേക്ക് വരാം. എന്നാന്ന് വെച്ചാലേ വീക്കെൻഡ് ആയപ്പോ ഞങ്ങൾ വീട്ടിൽ ഇരുന്ന് ബോറടിച്ച്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പ്ലാൻ ചെയ്തേ. അതുകൊണ്ട് തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മുടെ കേരള മെസ്സിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. സത്യം പറയല്ലോ, കേരള മെസ്സിന്റെ പേരുള്ളൂ. ഇവിടെ ഫുൾ കൂടുതലായിട്ട് വരുന്നത് കന്നഡ പീപ്പിൾസ് ആട്ടോ. കാരണം എന്നാന്ന് വെച്ചാലേ ഇജാതി ഡിമാൻഡ് നമ്മുടെ കേരള ഫുഡിന് ഇവിടെ. കേരള മെസ്സി വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ ഫുഡിനെ പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള നല്ല പൊരിച്ച കോഴിയും ദം ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ മലപ്പുറത്തുള്ള ഒരു ഇക്കാന്റെ കടയിലേക്കാട്ടോ. ഈ ഏരിയയിലുള്ള സ്റ്റുഡൻസിന്റെ ഒക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു കുഞ്ഞി കടയാണ് ഇത്. ഇക്ക ഉണ്ടാക്കുന്ന ജ്യൂസിന്റെ മാഗിയുടെ ഒക്കെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് ഗൈസ്. ഞങ്ങൾ ചെന്ന സമയം തീരെ ശരിയായില്ല ഗൈസ്. അതുകൊണ്ട് തന്നെ ടെൻഡർ കോക്കനട്ട് തീർന്നു പോയിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് പിന്നെ ഞങ്ങൾ മാംഗോ ഷേക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വിത്തൗട്ട് ഷുഗർ, നോട്ട് ദ പോയിന്റ്, വിത്തൗട്ട് ഷുഗർ. നല്ല ബിരിയാണിയും ഷേക്കും ഒക്കെ കുടിച്ചിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് നടന്നു പോവാണ്.